ഞാൻ ഇനിയും ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാനെന്ന് പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസേട്ടൻ പാടിയ എൻ്റെ പാട്ട് ഞാൻ അയച്ചു കൊടുത്തു. ദാസേട്ടനാണെങ്കിൽ സാഗരം പോലെ പാട്ടാണ്. അദ്ദേഹത്തിന് ഈ പാട്ടൊന്നും ചിലപ്പോൾ പ്രിയപ്പെട്ടത് നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഓർത്തെടുത്തു. ഞാൻ പറഞ്ഞു ഈ പാട്ട് പാടിയപ്പോൾ ദാസേട്ടൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് വാചാലനായത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു. എം ജയേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു. ദാസേട്ട അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും നമുക്ക്. ആ സമയത്ത് അച്ഛൻ അടുത്തുണ്ടാവില്ല. എപ്പോഴും അച്ഛൻ വീട്ടിലെ പ്രതിയാണ്, ഏറ്റവും വലിയ പ്രതിയാണ്, ഏറ്റവും വലിയ ക്രൂരനാണ് അച്ഛൻ. കാര്യം എപ്പോഴും വഴക്ക് പറയുന്നയാൾ, എപ്പോഴും നമ്മളെ ഒരുപക്ഷെ അമ്മയെപ്പോലെ സ്നേഹിക്കാത്തയാൾ. അച്ഛൻ എപ്പോഴും പെയ്യുന്ന മഴയല്ല, അമ്മയാണ് മഴ. അച്ഛൻ വല്ലപ്പോഴും പെയ്യുന്ന ആലിപ്പഴമാണെന്ന് പറഞ്ഞിട്ട് കവിതയില്ല. അതുപോലെ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ അച്ഛനുണ്ടാവില്ല. അതുവരെ അച്ഛനോട് നമുക്ക് എപ്പോഴും പിണക്കായിരിക്കും. അച്ഛനാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തോന്നും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അമ്മയോളത്തും നല്ലതല്ല അച്ഛനെന്ന് തോന്നും എല്ലാവർക്കും. അച്ഛൻ കടന്നു പോയി കഴിഞ്ഞ ശേഷം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു 50 വയസ്സൊക്കെ ആകാൻ നേരത്തായിരിക്കും അത് അത്രയ്ക്ക് ഒരു ഫീലിംഗ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ 84 വയസ്സുള്ള ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. കാര്യം 84 വയസ്സുകാരനും സ്വന്തം അച്ഛനെ മിസ് ചെയ്യും. 84 വയസ്സുള്ള ഒരാളുടെ അച്ഛൻ ഏതായാലും ജീവിച്ചിരിക്കില്ല. പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ലോകം മുഴുവൻ കൊണ്ടു നടക്കാമായിരുന്നു. എത്രയോ ഷർട്ട് മേടിച്ചു കൊടുക്കാമായിരുന്നു. അച്ഛന് ആഗ്രഹമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ട്.